തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കോർപ്പറേഷനിൽ നിന്നുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിക്കുന്നത്. ശ്യാമുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ കെട്ടിടം പൊളിക്കൽ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? എത്ര കെട്ടിടങ്ങളാണ് പൊളിക്കുക? പ്രകോപനപരമായ നീക്കങ്ങൾ അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ടോ ഇതിനെതിരെ? കോർപ്പറേഷനിലെ പാളയം മാർക്കറ്റിൽ അനധികൃത കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. പൊളിച്ചു നീക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യ കോർപ്പറേഷൻ രൂപം നൽകിയ നിശ്ചിത കെട്ടിടത്തിന് സമീപത്ത് അനധികൃതമായി ഉയർന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റുന്നത്. മുൻപും വരുന്ന LDF ഭരണസമിതി ഇത്തരത്തിൽ ഈ പണം വാങ്ങി അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി എനിക്ക് അനുവാദം നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അനധികൃതമായ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുകയും അതിനകത്ത് കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരികയുമായിരുന്നു. ഇതിനെതിരെ പുതിയ ഭരണസമിതി ഏറ്റെടുത്തതോടുകൂടി തന്നെ ഇതിന്റെ കണക്കുകളും സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിലയിരുത്തിയ ശേഷം കഴിഞ്ഞ ദിവസം തന്നെ മേയർ VV രാജേഷ് അടക്കമുള്ളവർ ഇവിടെ എത്തി ഇതിന്റെ പരിശോധനകളെല്ലാം നടത്തുകയും മുന്നറിയിപ്പായിട്ട് നോട്ടീസ് അടക്കം ഇത് പൊളിച്ചു മാറ്റണമെന്നും ഇവിടെ നിന്ന് ഈ കെട്ടിടങ്ങൾ ഈ ഒരു കച്ചവട സ്ഥാപനങ്ങൾ മാറ്റി സ്ഥാപിക്കണമെന്നും ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ നോട്ടീസ് നൽകിയിട്ടും ഇത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ അനധികൃത കെട്ടിടങ്ങൾ ഇപ്പോൾ പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ നിർബന്ധിതരായിരിക്കുന്നത്. മുൻകൈയെടുത്ത് ഇപ്പോൾ കോർപ്പറേഷന്റെ പ്രത്യേക സ്ക്വാഡ് എത്തി ഇവിടെ പൊളിച്ചു നീക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഹെൽത്ത് സ്ക്വാഡും ഒപ്പം തന്നെ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരും എല്ലാം തന്നെ ഈ പൊളിച്ചു നീക്കൽ നടപടികൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ ഇത് പൊളിച്ചു നീക്കിയാണ്. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഈ അറവുശാലയുടെ ഒരു ഫിഷ് സ്റ്റാളാണ് അല്ലെങ്കിൽ മീറ്റ് സ്റ്റാളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ആ പൊളിച്ചു നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലുമെല്ലാം തന്നെ ഈ കെട്ടിടത്തിനോട് ചേർന്ന് അതായത് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് അനധികൃത കെട്ടിടങ്ങളെല്ലാം തന്നെ പൊളിച്ചു നീക്കുന്നെന്ന് തന്നെയാണ് കോർപ്പറേഷൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇവർക്കെല്ലാം ഇത് സംബന്ധിച്ച് നോട്ടീസ് എല്ലാം തന്നെ മുൻപ് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് യാതൊരു മറുപടിയും നൽകാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഹെൽത്ത് സ്ക്വാഡും ജീവനക്കാരുമെല്ലാം തന്നെ ഈ പൊളിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ ഈ കെട്ടിടത്തോട് ചേർന്നിരിക്കുന്ന അനധികൃത കെട്ടിടങ്ങൾ മാത്രമായിരിക്കും പൊളിച്ചു നീക്കുക. വരും ദിവസങ്ങളിൽ ഈ നടപടികൾ തുടരുകയും ചെയ്യും. സലാം, ഹലാൽ ചിക്കൻ, ഷാഹുൽ മട്ടൺ സ്റ്റോൾ അടക്കമുള്ള അനധികൃത കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കടകളടക്കം പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മേയർ VV രാജേഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാളയം മാർക്കറ്റിലെത്തി ഇവിടുത്തെ തൊഴിലാളികളുമായും ജീവനക്കാരുമായും ഒക്കെ ചർച്ച നടത്തിയിരുന്നു. ഒപ്പം ശക്തമായ മുന്നറിയിപ്പ് നൽകി അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുക തന്നെ ചെയ്യും ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒപ്പം അദ്ദേഹം ഗുണ്ടാ പിരിവുകൾ നിർത്തലാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ കാലാകാലങ്ങളായി വർഷങ്ങളായി ഇടതു സംഘടനകളുടെ കുത്തകയായ പാളയം മാർക്കറ്റിൽ ഇതാ മേയർ VV രാജേഷിന്റെ ബുൾഡോസർ കൃത്യമായ മുന്നറിയിപ്പോട് കൂടി തന്നെയാണ് ഇപ്പോൾ അവിടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത്. അനധികൃതമായ ഒരു കെട്ടിടങ്ങളും ഇനി തലസ്ഥാനത്ത് തല പൊങ്ങില്ല. അനധികൃതമായ ഒരു കയ്യേറ്റവും ഇനി വെച്ചു പൊറപ്പിക്കില്ല. ഗുണ്ടാപ്പിരിവൊക്കെ ഇനി പാളയം മാർക്കറ്റിന് പുറത്തല്ല, തലസ്ഥാനത്തിന് പുറത്ത് മതിയെന്നുള്ള വ്യക്തമായ സന്ദേശം, കൃത്യമായ സന്ദേശമാണ് മേയർ VV രാജേഷും സംഘവും നൽകുന്നത്. എന്തായാലും നമുക്ക് ശ്യാമിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കേണ്ടതുള്ളത്. ശ്യാം, ഈ ഘട്ടത്തിൽ ഇപ്പോൾ എത്രാമത്തെ കെട്ടിടമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്? ഇത്തരത്തിൽ എത്ര കെട്ടിടങ്ങളാണ് ഇനി പൊളിച്ചു നീക്കാനുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ എന്തെങ്കിലും വിമർശനമോ അല്ലെങ്കിൽ എതിർപ്പോ എങ്ങാനും ഈ നിമിഷം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? കെട്ടിടത്തിൽ നിന്നോട് ചേർന്ന് 5ലധികം കെട്ടിടങ്ങളാണ് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായിട്ടുള്ള നടപടികളും ആണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഹെൽത്ത് സ്ക്വാഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു കെട്ടിടം മാത്രമായിരിക്കും ഇന്ന് പൊളിച്ചു നീക്കുക. വരും ദിവസങ്ങളിൽ ഈ നടപടികൾ തുടരുകയും ചെയ്യും. 5ഓളം അനധികൃത കെട്ടിടങ്ങളാണ് വാണിജ്യ സ്ഥാപനങ്ങളായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവർക്കെല്ലാം തന്നെ നേരത്തെ തന്നെ നോട്ടീസ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് എന്ന നിലയും ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഈ വ്യാപാര സ്ഥാപനങ്ങൾ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള ഈ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. മേയർ VV രാജേഷ് അടക്കം സ്ഥലം സന്ദർശിച്ച കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റ് സന്ദർശിച്ചപ്പോഴേക്കും അത് സംബന്ധിച്ച വിവരങ്ങളും കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ ചെവിക്കൊള്ളാതെ തന്നെ ഇത്തരത്തിൽ കച്ചവടം ഈ ഒരു ഘട്ടത്തിലും പൊളിച്ചു നീക്കുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ കച്ചവടം പുരോഗമിക്കുന്ന സമയത്ത് തന്നെയാണ് ഹെൽത്ത് സ്ക്വാഡും ഒപ്പം തന്നെ ജീവനക്കാരും കോർപ്പറേഷനിലെ ജീവനക്കാരും എത്തി ഈ പൊളിച്ചു നീക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തത്. എന്തായാലും കോർപ്പറേഷൻ പ്രധാനമായും കെട്ടിടം നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്നായിരുന്നു അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അനധികൃതമായി തന്നെ ഈ വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തത്. പ്രധാനമായും മീറ്റ് സ്റ്റാൾ അടക്കമുള്ള കെട്ടിടങ്ങളായിരുന്നു ഇവിടെ അനധികൃതമായി ഈ
പണിതുയർത്തിക്കൊണ്ട് കച്ചവടം തുടങ്ങിയത്. ആ ഒരു സ്റ്റാളുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്ന നടപടികളെല്ലാം തന്നെയായിരുന്നു. മുൻ ഭരണസമിതി, അതായത് LDF സർക്കാരിന്റെ കാലത്തെ ഭരണസമിതി ഇത്തരത്തിൽ പ്രത്യേകമായ പണപ്പിരിവും നിലനിർത്തിക്കൊണ്ടായിരുന്നു ഈ കച്ചവടങ്ങൾക്ക് മൗനാനുവാദം നൽകിക്കൊണ്ട് ഇവിടെ തുടരാൻ അനുവദിച്ചത്. എന്നാൽ BJP ഭരണസമിതി അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ പ്രധാനമായും ഈ അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും പാളയം മാർക്കറ്റിനോട് ചേർന്ന്, അതായത് കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിനോട് ചേർന്ന് അനധികൃതമായി പ്രവർത്തിക്കുന്ന 5ലധികം കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇത് ഫിഷും മീറ്റും ഒക്കെ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം അനധികൃതമാണെന്ന് നേരത്തെ തന്നെ കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു. കോർപ്പറേഷൻ കണ്ടെത്തുകയും അതിന് പിന്നാലെ തന്നെ ഇവർക്ക് കച്ചവടക്കാർ ചെയ്യുന്നവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നോട്ടീസിൽ യാതൊരു മറുപടിയും കോർപ്പറേഷൻ ഇവർ നൽകാതിരുന്നത് പശ്ചാത്തലത്തോടെയാണ് കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷിന്റെ സംഘം ഇവിടെ എത്തി ഈ ഒരു മാർക്കറ്റ് സന്ദർശിക്കുകയും ഈ അനധികൃതമായി കച്ചവടം ചെയ്യുകയും ഒപ്പം തന്നെ പണി തീർത്തിരിക്കുന്ന ഈ കെട്ടിട ഉടമസ്ഥരോടുമെല്ലാം തന്നെ ഇത് പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. എന്നാൽ ഈ പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഈ മണിക്കൂറുകളിലും ഇത്തരത്തിലൊരു പൊളിച്ചു നീക്കൽ നടപടികൾ വ്യാപാരികളുടെ ഭാഗത്ത് നിന്ന് ആരംഭിക്കാതിരുന്നതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കെട്ടിട സ്ഥാപനം ഈ ഒരു അനധികൃത അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ നടപടികൾ തുടരുമെന്നുമാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ശ്യാമ, മേയർ അല്പസമയത്തിനകം എങ്ങാനും അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ പൊളിച്ചു മാറ്റുന്ന കെട്ടിടങ്ങളുണ്ടല്ലോ, അതൊക്കെ ആരുടെ പേരിലാണ്? എത്ര വർഷമായി ഈ കെട്ടിടം ഇവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് ശ്യാം? കെട്ടിടങ്ങളെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ 5 മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഈ പൊളിച്ചു നീക്കൽ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മേയർ VV രാജേഷ് ഈ സ്ഥലത്തേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുന്നു. നിലവിൽ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ പൊളിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത്. മറ്റ് മേയർ ഇവിടേക്ക് എത്തുന്ന കാര്യത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണമില്ല. എന്തായാലും ഈ പൊളിക്കൽ നടപടികൾ മാത്രമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇവിടെ കേസത്താലും കുത്തക മുതലാളിമാരുടെ നെഞ്ചിൽ ആണി തറയ്ക്കും തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കോർപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ബുൾഡോസർ ആക്ഷൻ, ദ പവർഫുൾ ആക്ഷൻ. തലസ്ഥാനത്ത് അത് തന്നെയാണ് മേയർ VV രാജേഷും സംഘവും നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ കാലാകാലങ്ങളായി തലപൊക്കിയിടുന്ന ആ അനധികൃത കെട്ടിടങ്ങൾ നിലം പൊത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. അതിന് പിന്നിൽ ഒരൊറ്റ ബുദ്ധി, വളരെ കൃത്യമായ നടപടി, ശരിയുടെ നടപടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. മേയർ VV രാജേഷിന്റെ നടപടിയാണ്, കൃത്യമായ സന്ദേശം തന്നെയാണ് ഇത് ജനങ്ങൾക്ക് നൽകുന്നത്. ഇനി ഇവിടെ ഒരു അനധികൃത കയ്യേറ്റവും നടക്കില്ല, അതിന് താൻ ഇവിടെ ഉള്ളിടത്തോളം അത് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് മേയർ VV രാജേഷ് നമ്മളോട് വിളിച്ചു പറയുന്നത്. എന്തായാലും പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പമ്പാ ടോൾ, അനധികൃത ടോൾ പിരിവ് നടത്തിയ പമ്പാ ടോൾ ഇടിച്ച് നിരത്തിയ ഒരു ചരിത്രം കൂടി VV രാജേഷിനുണ്ട്. അതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കണം. എന്തായാലും വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് ഗുണ്ടാ പിരിവുകാർക്കും നൽകിയിരിക്കുന്നത്. കാലാകാലങ്ങളായി ഇടതു സംഘടനകൾ അടക്കി വാണിരുന്ന പാളയം മാർക്കറ്റിലെ കെടുകാര്യസ്ഥതയൊക്കെ ഇതാ ഇവിടെ അവസാനിക്കുന്നു. മേയർ VV രാജേഷ് എന്ന ശക്തനായ മേയറുടെ നേതൃത്വത്തിൽ ഇതാ ബുൾഡോസർ ആക്ഷൻ, ദ പവർഫുൾ ആക്ഷൻ അത് നടപ്പിലാക്കുകയാണ്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിലെ അനധികൃതമായി നിലനിന്നിരുന്ന 5 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. കോർപ്പറേഷനിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. M സലാം ഹലാൽ ചിക്കൻ, ഷാഹുൽ മട്ടൺ സ്റ്റോൾ അടക്കമുള്ള കടകളാണ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളായി വർഷാവർഷങ്ങളായി കുത്തകയായി വെച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങൾ, അറവുശാലകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചു മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മേയർ എത്തി ഇവരോട് മാന്യമായ രീതിയിൽ പറഞ്ഞിരുന്നു, ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം, അനധികൃതമായ കെട്ടിടങ്ങൾ ഇവിടെ ഇതിനകത്ത് വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ അതിനൊന്നും ഒരു സമ്മതം ഇവരാരും മൂളിയില്ല. തുടർന്നാണ് മേയറിന്റെ ബുൾഡോസർ ആക്ഷൻ അത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഗുണ്ടാ പിരിവുകൾക്കൊക്കെ ഇനി ഇതൊന്നും ഇനി ഇവിടെ നടക്കില്ല എന്ന് തന്നെയാണ്
മേയർ പറയുന്നത്? നമുക്ക് ശ്യാമിനോട് തന്നെ ചോദിക്കാം. ശ്യാം, ഇനി തുടർ നടപടികൾ എന്തൊക്കെയാകും? ഇനിയിപ്പോൾ അനധികൃത കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റുകയാണല്ലോ. അപ്പോൾ പാളയം കന്നിമേര മാർക്കറ്റ് മൊത്തത്തിലൊരു ശുദ്ധികലശത്തിനായി ഒരുങ്ങുകയാണ്. ഈ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുമ്പോൾ പകരം അവിടെ എന്താകും ഉയരുക? ഇനി കോർപ്പറേഷൻ എന്തെങ്കിലും കെട്ടിടം വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് ഇനി ആ ഒരു വേക്കൻറ്റ് സ്പേസിൽ കോർപ്പറേഷൻ ഒരുക്കാൻ പോകുന്നത്? ശ്യാം, ഭാഗത്ത് അത്തരത്തിൽ യാതൊരു പ്രവർത്തനങ്ങളും നടത്താൻ കോർപ്പറേഷൻ പ്രധാനമായും ഇത്തരത്തിൽ നീക്കുപോക്കൊന്നുമില്ല. അതായത് കോർപ്പറേഷൻ നിലവിൽ നിർമ്മിച്ചു നൽകിയ കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിനോട് ചേർന്നുള്ള അനധികൃതമായി ഉയർന്നു വന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ പൊളിച്ചു നീക്കുന്നത്. ഇതെല്ലാം തന്നെ അനധികൃതമായി ആണ് നിർമ്മിച്ചതെന്നും കോർപ്പറേഷൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നീക്കം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുള്ള ഉണ്ടാകുന്നത്. നിലവിൽ ഈ സമീപത്ത് തന്നെ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കെട്ടിടങ്ങളുണ്ട്. വലിയ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടത്തിന് സമീപത്താണ് ഷീറ്റും മറ്റ് തകര ഷീറ്റുകൾ കൊണ്ടും തൂണുകൾ കൊണ്ടും ഇത്തരത്തിൽ നിലവിൽ അനധികൃതമായ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് ഈ ഒരു കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത് ആണ് ഇപ്പോൾ കോർപ്പറേഷൻ പൊളിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ്. അവർ എന്തായാലും ഏതൊക്കെ കടകളാണ് അല്ലെങ്കിൽ ഇത് ആരുടെയൊക്കെയാണ് ഉടമസ്ഥതയിലുള്ളതാണെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത് വ്യക്തമായൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമാകും. എന്തായാലും നമ്മൾ ആ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായാലും ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുകയാണ്. ഏതൊക്കെ കടകളാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു കടയാണ് ഇപ്പോൾ പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അതിനുശേഷം വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ദൗത്യം തുടരും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മേയർ വി രാജേഷ് അടക്കമുള്ള എന്തായാലും ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഉദ്യോഗസ്ഥരും തേടും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ശ്യാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരവസ്ഥ അവിടെ സംജാതമായിട്ടുണ്ടല്ലോ. കാരണം പലരുടെയും നെഞ്ചിൽ ആണി തറച്ചുകൊണ്ട് തന്നെയാണ് മേയർ വി രാജേഷ് ഈ ഒരു തീരുമാനം, അതായത് ശരിയായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഇതൊക്കെ അടക്കി വാണിരുന്ന അല്ലെങ്കിൽ കുത്തകയായി വെച്ചിരുന്ന ഇത്തരത്തിൽ അനധികൃതമായി ഇങ്ങനെ ഈ കെട്ടിടങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് ചോദ്യം ചെയ്തുകൊണ്ട് മേയർ ഈ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ മറിച്ച് മറുഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം കൂടി ഉയരാനുള്ള സാധ്യത കാണുന്നില്ലേ ശ്യാം? സംഘർഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. ഉദ്യോഗസ്ഥരുടെ ആ ദൗത്യം ഒരു പുരോഗമിക്കുകയാണ്. എന്തായാലും അതിനുശേഷം നിലവിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വിശദീകരണമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഒരു